കൂട്ടുകാരെ, ഇത് നമ്മുടെ കുട്ടാപ്പിയാണ്. അപ്പം നമ്മുടെ മാധവിയമ്മേൻ്റെ വളർത്തു നായ. അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം പറ്റി. ഒരു ബൈക്കിന് കുറുകെ ചാടി. അപ്പോൾ അവിടെ അവനെ ഇടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബൈക്കിന് കുറുകെ ചാടിയപ്പോൾ ആൾ ബ്രേക്ക് പിടിച്ച സമയത്ത് അവനൊന്നും വീണ് അവിടെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ 1-2 തവണ ഇങ്ങനെ പെടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പറ്റിയെന്ന് അപ്പം തന്നെ മാധവിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പറ്റിയെന്ന് തോന്നുന്നു അവന്. പിന്നെ ഒന്നിങ്ങനെ രണ്ട് വട്ടം കറങ്ങി റോഡിൽ കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ പിറ്റന്നാൾ പോകുമ്പോൾ അവൻ്റെ കാലിൻ്റെ അവിടെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. കാലവൻ എടുക്കാൻ പറ്റില്ല, കാലിൻ്റെ അടിഭാഗത്താണ് കണ്ടത്. അതായത് തുടേൻ്റെ അവിടെയല്ല, കാലിനൊരു മുറിവ് കണ്ടു. അപ്പം തുടയ്ക്കൊന്നും പറ്റിയത് അറിയില്ലായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് മനുഷ്യരല്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ മാധവിയമ്മ അപ്പം തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നു, അവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ മോനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഒക്കെ ഭയങ്കര സ്നേഹമാണ്. തലയെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക, അവന് ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് നക്കുന്നത് മാത്രം ഇഷ്ടമല്ല. അവനിങ്ങനെ വല്ലാതെ നക്കും മേല് മുഴുവൻ, അത് മാത്രം എനിക്കിഷ്ടമല്ല. അപ്പം ഞാനങ്ങ് മാറ്റിക്കളയും. അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര സ്നേഹത്തോടെ എപ്പോഴും എന്നെ കാണാൻ വരും. ഞാൻ അടുക്കള ഇല്ലെങ്കിൽ ആ അടുക്കള ഭാഗത്ത് വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് അവൻ പോവും. ഇവിടെ പശുവൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ അവൻ ഒന്നും എനിക്ക് കൊടുക്കാനില്ലെങ്കിൽ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അവന് ഒരു 1/2 ഗ്ലാസ് പാലായാലും അതൊഴിച്ച് കിട്ടി അവൻ സന്തോഷത്തോടെ പോവും. അതിലിപ്പുറം അവനൊന്നും വേണ്ട, അത്രയും കിട്ടിയാൽ മതി നമ്മുടെ കൈ കൊണ്ട്. ചില സമയത്തൊന്നും കൊടുക്കാനില്ലാത്ത സമയം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും അവനത് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കിട്ടണം നമ്മളെ കയ്യിൽ നിന്ന്. പിന്നെ അവൻ ഒരു ശല്യം ഇല്ലാതെ അവനങ്ങ് പോവും. പിന്നെ ആരെയും അങ്ങനെ കടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എല്ലാവരും പോകുമ്പോൾ അവരെ മേല് പാഞ്ഞ് കയറും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അവനെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരെ കണ്ടാൽ കുരയ്ക്കും, അറിയുന്ന ആൾക്കാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അറിയുന്ന ആൾക്കാർ അവൻ്റെ അടുത്തേ പോയാലും അവൻ അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല. കൊച്ചു കുട്ടികളോട് ഇങ്ങനെ കളിക്കും കുരച്ചിട്ടൊക്കെ, അല്ലാതെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇപ്പം ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടാക്കി വരുമ്പോൾ ഒരുപാട് നേരം അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് അവനിങ്ങനെ നമുക്ക് കാണിച്ച് തരും കേട്ടോ. നമ്മളിങ്ങനെ പോയി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടിഞ്ഞാട് അവൻ തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് അവൻ്റെ മുറിവൊക്കെ കാണിച്ച് തരും. അതിനിങ്ങനെ അവനെ ആശ്വസിപ്പിക്കണം, അതാണ് അവന് വേണ്ടത്. പിന്നെയെന്ന് പറയുമ്പം അന്ന് ഇവരുടെ കൊച്ചുമകൻ വന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഇവൻ്റെ ഈ തുടയ്ക്ക് ഇങ്ങനെ പറ്റിയ ഇവരറിഞ്ഞ എല്ല് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പുറത്ത് പഠിക്കുകയാണ്. അപ്പോൾ അവൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ തുടയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ അധികം പുറത്തൊന്നും വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മാധവിയമ്മ ഇളക്കി അങ്ങനെ ചങ്ങല വിട്ടപ്പോൾ അവൻ അങ്ങ് എത്തി. അപ്പോൾ നമ്മളും പറഞ്ഞു 2-3 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ.